നമ്മൾ പലപ്പോഴും കണ്ടേക്കുന്ന ഒരു ആഡാണ് ഹച്ചിന്റെ ആഡ് അല്ലേ? അതെ. അപ്പൊ ഈ ഹച്ചിന്റെ ആഡില് പഗ് എന്ന് പറയുന്ന ഒരു നായ്ക്കുട്ടി അത്രയധികം ഫേമസ് ആയി അല്ലെ? ആക്ച്വലി ഈ പഗിന് പകരം ആദ്യം അദ്ദേഹം കാസ്റ്റ് ചെയ്തത് ജാക്ക് റൂസേൽ എന്ന് പറയുന്ന ഒരു ഡോഗിനെയാണ്. മാസ്ക് എന്ന് പറയുന്ന സിനിമയ്ക്കകത്തൊക്കെ അതിന്റെ പ്രത്യേകത എന്താണെന്നറിയാം, ഭയങ്കര ഹ്യൂമൻ ഇമോഷൻസ് ഉള്ള ഒരു പട്ടിക്കുട്ടിയാണ്. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ആ ഒരു പട്ടിക്കുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോന്തൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്ന തരത്തിലുള്ള ഒരു പട്ടിക്കുട്ടിയാണ്. പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞ ഒരു ആർട്ട് ഡയറക്ടർ ആയിരുന്നു കേട്ടോ ഇതിന്റെ ആക്ച്വലി ഹച്ച് ചെയ്തിട്ട് അദ്ദേഹം കംപ്ലീറ്റ് സ്റ്റോറി ബോർഡും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ എഴുതി വെച്ചേക്കാം. അപ്പൊ എഴുതി വെച്ച്, അതായത് ആ കുട്ടി നടക്കുന്നു, കുട്ടിയെ ചേസ് ചെയ്യുന്നു, അവിടെ ഒരു മരം കിടക്കുന്നു, അത് ചാടി കടന്നു പോകുന്നു, അവസാനം കുട്ടി ഉറങ്ങുമ്പോൾ ഈ പട്ടി വന്ന് മലന്ന് കിടന്ന് ഉറങ്ങുന്നു. ഇത് ജാക്ക് റൂസേലിനെ വെച്ച് ഒരു രക്ഷയില്ല ഇദ്ദേഹത്തിന് ഷൂട്ട് ചെയ്യാനായിട്ട്, ഒന്നും പറഞ്ഞാൽ ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ അദ്ദേഹം ഒരു ദിവസം ഡിസപ്പോയിന്റഡ് ആയിട്ട് അദ്ദേഹത്തിന്റെ റൂമിൽ വന്ന് കിടന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ഡോറിൽ വന്ന് അദ്ദേഹത്തിന്റെ അസിസ്റ്റൻസ് മുട്ടി ഗോവയെന്ന് ഒരു പട്ടിക്കുട്ടിയെ കൊണ്ടുവന്നു. അതാണ് ഈ പഗ് എന്ന് പറയുന്നത്. ഈ പഗ് അതിനെ കൊണ്ടുവന്നോട്ട് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ക്യൂട്ടാണ്, പക്ഷെ ഇന്ന് നടക്കുമെന്ന് എനിക്ക് തോന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം ആ പട്ടിക്കുട്ടിയായിട്ട് കുറച്ചു നേരം അത് അവിടുത്തെ ആ ഹോട്ടലിലെ ലോണിൽ ഇങ്ങനെ കളിച്ചു തുടങ്ങി. ഇതിന് ഭയങ്കര എനർജിയാണെന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു ഷോട്ട് എടുത്ത് തുടങ്ങിയത് ആ ആഡ് ഫുള്ള് ആ പട്ടിക്കുട്ടി വളരെ ഗംഭീരമായിട്ട്, അതായത് നമ്മൾ ചില സിനിമയിൽ പറയത്തില്ല ഇന്ന നായകനല്ല ഇവിടെ വരേണ്ടിയിരുന്നത്, പക്ഷെ ഭാഗ്യം കൊണ്ട് എനിക്ക് വന്നു. അങ്ങനെ ഒരു ഭാഗ്യം കൊണ്ട് നമ്മുടെ മനസ്സിലൊക്കെ കയറിപ്പോ. സത്യം പറഞ്ഞ ഞാൻ ആ ഒരു ബ്രീഡിനെ അറിയുന്നത് ആ ഒരു ആഡിലൂടെ. പഗ്ഗിന് ഒരുപാട് ഇന്ത്യൻസ് ആക്ച്വലി ആ സമയത്ത് പഗ്ഗിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതിന്റെ ഒരു സെയിൽസിൽ വലിയൊരു സ്പൈക്കാണ് ഉണ്ടായത് ഹച്ചിന്റെ ആഡ്സിന് ശേഷം. അതിന്റെ ഒരു നെഗറ്റീവ് ഇല്ലഫക്ട്സും കൂടി ആ സമയത്ത് വന്നിട്ടായിരുന്നു. കാരണം ബ്രാക്കിയോസെഫലിക് ഡോഗ്സിന്റെ ഒരു ഇനത്തിൽ പെട്ടതാണ് ഈ പഗ് എന്ന് പറയുന്നത്. പല ബ്രീഡ്സ് ഉണ്ട് ഈ ഒരു കാറ്റഗറിയിൽ ബ്രാക്കിയോസെഫലിക്. അപ്പൊ ഇതിന്റെ ഒരു ബ്രീഡിന്റെ തന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ബ്രീതിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അപ്പൊ പഗ്ഗിന്റെ ബ്രീതിങ് പഗ്ഗിന്റെ അടുത്ത് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എന്നെ ബ്രീത് ചെയ്യുമ്പോൾ ഭയങ്കര ഹാർഷ് സൗണ്ട് ആണ്. കാരണം ബ്രീതിങ് ഡിഫിക്കൽട്ടി ഉള്ള ഒരു ഡോഗാണ്. അതും നമ്മൾ വരുത്തിച്ചു വെച്ചാണ്. കാരണം ഒറിജിനൽ പഗ് ഇങ്ങനെ അല്ല, അതിന്റെ മൂക്ക് ഇങ്ങനെ ആയിരുന്നില്ല. നമ്മള് ബ്രീഡ് ചെയ്ത് നമ്മൾ മോഡിഫൈ ചെയ്തെടുത്തതാണ് ജനറ്റിക്കലി ഈ ഒരു ഇങ്ങനെ ഒരു ക്യൂട്ട്നെസ്സിന് വേണ്ടിയിട്ട് പഗ്ഗിന്. അതുകൊണ്ട് ആ സമയത്ത് ഒരുപാട് ആൾക്കാർ ഇന്ത്യയിൽ പഗ് വാങ്ങുകയും പിന്നെ ഇതിന് ബ്രീതിങ് ഡിഫിക്കൽട്ടീസ് വരുന്നോണ്ട് ഉപേക്ഷിക്കുകയും ചെയ്യുവാണ് ഉണ്ടായത്. സോ വലിയൊരു പ്രശ്നമായിരുന്നു ആക്ച്വലി. വോഡാഫോണിനെതിരെ പിന്നെ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞ് നിങ്ങൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തിട്ട് പിന്നെ ഒരുപാട് ആൾക്കാർ അനിമൽ ലവേഴ്സും പീറ്റയും ഇതുപോലെ എന്താ പറയാ സ്ട്രേ ഡോഗ്സിന്റെ കുറെ ഇതൊക്കെ ചെയ്യുന്ന NGOs ഒക്കെ ഇടപെട്ട് ഒരുപാട് പേര് പറഞ്ഞു. 90.8 ദിൽ സേ FM